നമ്മുടെ ചില വാക്കുകളാണ് നമുക്ക് വീക്ക്നെസ് ആയിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ ലെറ്റർ ആർ നമ്മൾ വർക്ക് എന്ന് പറയും, നമ്മളത് വർക്ക് എന്ന് പറയണം. വർക്ക് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വർക്കിംഗ്, ഐ എം വർക്കിംഗ് ഇൻ റോയൽ ഒമാൻ പോലീസ്, ഐ എം വർക്കിംഗ് ഇൻ ഒമാൻ കോളേജ് ഓഫ് ഹെൽത്ത് സയൻസസ്, ഇങ്ങനെ വേണം. അല്ലാണ്ട് നമ്മൾ ഐ ആം വർക്കിംഗ് ഇൻ കോള ഹോസ്പിറ്റൽ, ആ ആറ് വരുമ്പോൾ അവിടെ ഒരു നമ്മൾ അൺനെസസറി ആയിട്ടുള്ള സ്ട്രെസ് കൊടുക്കണം. അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്ക് വായിച്ചോളൂ. ഏത് ഈ IELTS അങ്ങനെ ഒരു ടോപ്പിക് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം അണ്ടർ ദ സൺ എനി സബ്ജക്ട് ക്യാൻ ബി ദിയർ. അക്കാഡമിക് പേപ്പർ ഒക്കെ വായിക്കുമ്പോൾ ഭയങ്കര കട്ടി ഇംഗ്ലീഷ് ആയിരിക്കും, ഹിന്ദു ഒക്കെ കട്ടി ഇംഗ്ലീഷ് ഉണ്ടാവും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഇംഗ്ലീഷ് മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാലും നമ്മളൊന്നെടുത്ത് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചില്ലെങ്കിൽ കൂടി ഒന്ന് ഒരൊറ്റ ഗ്ലാൻസ് നമ്മളൊന്ന് നോക്കുക. അതിനകത്ത് ഒരു മിനിമം ഒരു 5 വാക്കുകളെങ്കിലും നമുക്ക് ഡെയിലി, ഇപ്പോൾ IELTS എഴുതാൻ പ്ലാൻ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു 5 വാക്ക് മിനിമം നമ്മുടെ ഒരു ഡയറിയിൽ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ കലണ്ടർ ഇട്ട്, അതായത് ഡേറ്റ് ഇട്ട് എഴുതി എടുക്കുക. ഇവിടെ ഗൾഫിലൊക്കെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കുറേ പേർക്കുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രാവീണ്യം, അല്ലെങ്കിൽ ഇങ്ങനെ മെയിലൊക്കെ അയക്കാനായിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ സംഭവം കണ്ടന്റ് ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഉള്ളതാണ് ഈ പുറമെ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ജോലിക്കൊക്കെ പോകാനാണെങ്കിലും IELTS അല്ലെങ്കിൽ TOEFL എന്ന് പറയുന്ന എക്സാം ഫേസ് ചെയ്യുന്ന ആൾക്കാർ അവരും ഒരുപാട് സംസാരിച്ച് കേട്ടിട്ടുണ്ട്. അയ്യോ ഇതൊന്ന് പാസ്സായി കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ സജി 24 years ആയിട്ട് ഇതിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ടീച്ചറാണ് ഇവിടെ ഒമാനിൽ. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻപുട്സ് സജിയുടെ അടുത്ത് കിട്ടുമെന്ന് എനിക്ക് ഷുവറാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ? തീർച്ചയായിട്ടും സംസാരിക്കാം. ഈ ഒരു എക്സാം നടത്തുന്ന ബോഡി ആരാണ്? ഓക്കെ, ഇത് ആദ്യം തന്നെ ഞാൻ പറയാം. IELTS എന്നാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. IELTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം എന്നാണ്. ഇത് വിദേശത്ത് ഏത് യൂണിവേഴ്സിറ്റികളിൽ ഹയർ സ്റ്റഡീസിന് പോകണമെന്നുണ്ടെങ്കിലും അതുപോലെ വിദേശത്ത് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിലും IELTS എന്ന് പറയുന്നത് അത് മസ്റ്റാണ്. ഇപ്പോൾ അതൊരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റാണ്. 2 years ആണ് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. 2 years ഈ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉള്ളൂ. ഇതിൻ്റെ ഏജൻസി ഇപ്പോൾ ചോദിച്ച പ്രകാരം ഇത് ബ്രിട്ടീഷ് കൗൺസിലും IDPയുടെ ഓസ്ട്രേലിയൻ ഒരു ഏജൻസിയാണ് IDP എന്നുള്ളത്. ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ ഓതറൈസ്ഡ് ഏജൻസീസ്. അപ്പോൾ ബ്രിട്ടീഷ് കൗൺസിലിൽ നമുക്ക് സെൻറ്റർ എടുക്കാം എക്സാം എഴുതണമെങ്കിൽ. അതുപോലെ പോളിഗ്ലോട്ടിൽ ഇതിൻ്റെ സെൻറ്ററുണ്ട്, അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ സെൻറ്ററുണ്ട്, പലയിടത്തും ഇതിൻ്റെ സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ അതിൻ്റെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൗൺസിലും ഈ IDP ഓസ്ട്രേലിയൻ ഏജൻസിയാണ്. ഇതിൻ്റെ എക്സാം പാറ്റേൺ ഇതിൻ്റെ എക്സാം പാറ്റേണിൽ ഇത് 4 കമ്പോണൻസ് ഉണ്ട്. 4 കമ്പോണൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് 4 കമ്പോണൻസ് ഉണ്ട്. ഈ 4 കമ്പോണൻസിനും ഇപ്പോൾ റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3 പാസേജ് ഉണ്ടാവും, റീഡിംഗ് പാസേജസ്. 3 passages in 1 hour ടൈം, അതായത് 1 മണിക്കൂറാണ് ഈ 3 പാസേജിനുള്ളത്. അപ്പോൾ ഒരു പാസേജിന് 20 minutes ആണ് നമ്മൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയുന്നത്, പിള്ളേരോട് പറയുന്നത്. അപ്പോൾ ഈ 20 minutes ഒരു പാസേജിനെടുത്തു. അങ്ങനെ 3 പാസേജ് 1 മണിക്കൂറിനുള്ളിൽ 40 questions ഉണ്ടാവും. ഈ പാസേജിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള 40 ചോദ്യങ്ങൾ, 40 questions ഉണ്ടാവും. അപ്പോൾ ആ ആൻസേഴ്സ് വരുന്നത് ആ പാസേജിൽ നിന്ന് തന്നെയാണ്. അല്ലാണ്ട് നമുക്ക് വെളിയിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് വേറെ ആൻസേഴ്സ് എഴുതേണ്ട കാര്യമില്ല. എല്ലാ ആൻസേഴ്സും ഈ പാസേജിൽ നിന്ന് തന്നെയാണ്. ഇതിൻ്റെ റീഡിംഗ് സ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് അതിന് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത്. അക്കാഡമിക് റീഡിംഗ്, അപ്പോൾ ഇത് 2 മോഡ്യൂളുണ്ട്. അക്കാഡമിക് മോഡ്യൂളും ഉണ്ട്, ജനറൽ മോഡ്യൂളും ഉണ്ട്. അക്കാഡമിക് മോഡ്യൂളാണ് നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും ഹയർ സ്റ്റഡീസിനും അതുപോലെ തന്നെ നമുക്ക് ജോലിക്ക് പോകുമ്പോഴും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുമ്പോഴും ചെയ്യേണ്ടത് അക്കാഡമിക്കാണ്. വേറെ നമുക്കിപ്പോൾ മൈഗ്രേഷൻ മാത്രമേ, കാനഡ മൈഗ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ GT അതായത് ജനറൽ മോഡ്യൂൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പാസേജ് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് അക്കാഡമിക് മോഡ്യൂളിൽ വരുന്നത് അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയായിരിക്കും വരുന്നത് ഈ പാസേജിൽ വരുന്നത്. അതേസമയം JT-യിലാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി പാസേജ് കുറച്ചും കൂടി ജനറലായിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡും അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമായിരിക്കും അതിന് ടോപ്പിക്ക് കവർ ചെയ്യുന്നത്. പക്ഷേ 40 questions ഈ 1 hour ടൈമിംഗ് എല്ലാം സെയിം ആയിരിക്കും. പിന്നെ റൈറ്റിംഗ് വരുന്നത് 2 ടാസ്ക്കാണ് നമ്മുടെ അക്കാഡമിക്കിനകത്തുള്ളത്. അതൊന്ന് ഈ എന്താണ് നമ്മുടെ ഗ്രാഫ് ഉണ്ട്, ഗ്രാഫ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ടാസ്ക് 1 എന്ന് പറയുന്നത് അത് 20 minutes-നുള്ളിൽ 150 words എഴുതണം, ഗ്രാഫ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെ ടാസ്ക് 2 വരുന്നത് ജനറൽ എസ്സേ, അത് 250 words
ഈ രണ്ടും കൂടി 1 hour ഉള്ളത്. റൈറ്റിംഗ് ടോട്ടൽ 1 hour, റീഡിംഗ് 1 hour, പിന്നെ ലിസണിംഗ് ഉണ്ട്. ലിസണിംഗ് 30 minutes ലിസണിംഗ് ആണ്. അത് അക്കാഡമിക് ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. 4 സെക്ഷൻസ് ആയിട്ട് 40 questions ലിസണിംഗ് വരുന്നു. അത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 10 minutes നമുക്ക് ട്രാൻസ്ഫർ ടൈം ഉണ്ട്. അത് ആൻസർ ഷീറ്റിലേക്ക് നമ്മൾ ആൻസർ ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അതോടുകൂടി അത് കഴിഞ്ഞ് പിന്നെ ട്രാൻസ്ക്രിപ്റ്റ് ഇത് കേട്ടിട്ട് അത് എഴുതുവാണ്. നമ്മൾ കേൾക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കുണ്ട്. അതിനകത്ത് ഗ്യാപ്പ് ഫില്ലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ ടോക്ക് കേട്ടിട്ട് അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിനകത്ത്. അത് ബ്രിട്ടീഷാണ് കൂടുതലും വരുന്നത്. 99% അത് തന്നെയാണ്. കാരണം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഇതിലാണ് ഇതെല്ലാം വരുന്നത്. പക്ഷേ ബ്രിട്ടീഷ് കൗൺസിലാണ് ഇതിന്റെ ഇവിടുത്തെ നമ്മുടെ കസ്റ്റോഡിയൻ. നാലാമത്തേത് പിന്നെ ഉള്ളത് സ്പീക്കിംഗ് ആണ്. സ്പീക്കിംഗ് ഒരു ആകെയുള്ളത് 14 minutes ആണ്. അത് 3 സ്റ്റേജ് ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 5 minutes ഇൻട്രൊഡക്ഷൻ, നമ്മുടെ ഈ പറയുന്ന ഐസ് ബ്രേക്കിംഗ് ആണ്. പിന്നെ ഉള്ളത് ടോപ്പിക് കൊടുക്കും. ഒരു ടോപ്പിക്, ഏതെങ്കിലും ഒരു ടോപ്പിക് അണ്ടർ ദ സൺ ചോദിക്കാം. അതിനെക്കുറിച്ച് നമ്മളൊരു 2 minutes നമ്മൾ സംസാരിക്കണം. ഗ്രാമാറ്റിക് മിസ്റ്റേക്സ് പാടില്ല. അത് നമ്മൾ ടീച്ചേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ മിസ്റ്റേക്ക് ഉണ്ടാവും ഇനിയിപ്പോൾ. പക്ഷേ നമ്മുടെ ആളുകൾക്ക് തന്നെ ഇത് വേറൊരു കാര്യം പറയാം, തുടക്കത്തിൽ പറയുന്നത് ഇത് ബാൻഡ് ബേസിലാണ് ഇതിന്റെ അസസ്മെന്റ് നടത്തുന്നത്. ബാൻഡാണ്. അപ്പോൾ ബാൻഡ് 0 to 9 ആണ് ഇതിന്റെ ബാൻഡ് ലെവൽ. 9 ആണ് ഹൈയസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞത്. അപ്പോൾ മിനിമം മിക്കവാറും യൂണിവേഴ്സിറ്റികളിലൊക്കെ ബാൻഡ് 7 ആണ് ചോദിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട നല്ല യൂണിവേഴ്സിറ്റികളെല്ലാം ബാൻഡ് 7 കിട്ടണം. അത് ഓരോ കമ്പോണന്റിനും ബാൻഡ് 7 കിട്ടണം. പിന്നെ ന്യൂസിലൻഡിനും ഓസ്ട്രേലിയക്കൊക്കെ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിലും ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിലും ഈ ബാൻഡ് 7 കമ്പൽസറിയാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും. അതേസമയം നമുക്കിപ്പോൾ കാനഡ മൈഗ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ബാൻഡ് 5 മതി, കാരണം അത് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം. പക്ഷേ കാനഡയിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അഗൈൻ യു ഹാവ് ടു ഡു ദിസ് IELTS അഗൈൻ. അത് കിട്ടി, ഈ 7 കിട്ടിയാൽ മാത്രമേ നമുക്ക് കിട്ടിയ ഒരു മാസം എല്ലാവരോടും മിങ്കിൾ ചെയ്യുമ്പോൾ തന്നെ എത്തും. പക്ഷെ അവിടെ എക്സ്പെൻസീവ് ആണ്. പിന്നെ ട്രെയിനിങ്ങിന് പോകേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പോലെ അവിടെ നമ്മൾ ഇന്ററാക്ഷൻസിലൂടെ നമുക്ക് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രമേ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ അക്കാഡമിക് റീഡിംഗ് ലെവലും റൈറ്റിംഗ് കപ്പാസിറ്റിയും അതെല്ലാം നമ്മൾ ഇമ്പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. ലിസണിങ്ങിനും ഈ സ്പീക്കിങ്ങിനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ മറ്റേത് നമ്മൾ കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടീസാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ 24 വർഷമായിട്ട് നമ്മുടെ പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസുകാർക്ക്, പോലീസ് ഓഫീസേഴ്സിനാണ് ട്രെയിനിങ് കൊടുത്തത്. അതിനോടൊപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒമാൻ കോളേജ് ഓഫ് ഹെൽത്ത് സയൻസസിൽ അവിടുത്തെ പാരാമെഡിക്കൽ സ്റ്റാഫിനും ഇവർക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നത് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്, അവരെന്തിനാണ് ഇത് പഠിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലും അല്ലെങ്കിൽ ഇവിടുത്തെ കോളേജുകളിലും നമ്മൾ ഈ +2 കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഹയർ സ്റ്റഡീസ് സെക്കൻഡറി സ്റ്റേജ് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ IELTS ഇപ്പോൾ മസ്റ്റാണ്, മാൻഡേറ്ററിയാണ്. ഇവിടെ മാൻഡേറ്ററി എല്ലായിടത്തും അത് മസ്റ്റാണ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പക്ഷേ ബാൻഡ് റേഞ്ച് കുറവാണ്. ബാൻഡ് 5 കിട്ടിയാൽ മതി. 5 അല്ലെ 5.5 ഡിപ്പെൻസ് ഓരോ യൂണിവേഴ്സിറ്റികളല്ലേ കോളേജുകൾക്ക് തീരുമാനിക്കും. പക്ഷേ ഇത് മസ്റ്റാണ്. ഇപ്പം നമ്മുടെ ജർമ്മൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, സ്കിയു ഉണ്ട്, അപ്പോൾ മസൂൺ കോളേജ്, ഇങ്ങനെയുള്ള എല്ലാ കോളേജുകളിലും ഇത് കമ്പൽസറിയാണ്. ഇത് കിട്ടി. നമ്മുടെ മലയാളികൾ ഇതിൽ വരുന്ന സമയത്ത് എന്താണ് ചാലഞ്ച് കൂടുതലോ അല്ലെങ്കിൽ എങ്ങനെയാണത്? മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കോംപ്ലക്സ് കൂടുതലാണ്. നമുക്ക് എപ്പോഴും നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. നമ്മൾ പറയും എൻ്റെ ഇംഗ്ലീഷ് കൊള്ളത്തില്ല, ഞാൻ മലയാളത്തിലാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ട്രെയിനിങ്ങിന് പലരും വരുമ്പോഴേക്കും തന്നെ ഞാൻ എന്നോട് പറയും ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, അതുകൊണ്ട് എൻ്റെ ഇംഗ്ലീഷ് വളരെ മോശം. ഞാൻ പറഞ്ഞത് ഞാൻ ചോദിച്ചിട്ടില്ല. അത് എഫക്ട് ചെയ്യോ ഈ എക്സാമിനെ? അത് സ്പീക്കിംഗ് ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട്, ഈ മലയാളം മീഡിയത്തിൻ്റെതായ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല. എത്ര സമയം കൊണ്ട് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും? സാധാരണ നമുക്ക് ഒരു 1 month നമ്മൾ ഒരു ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മാറ്റി. കാരണം നമ്മുടെ ചില വാക്കുകളാണ് നമുക്ക് വീക്ക്നെസ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ ലെറ്റർ R നമ്മൾ വർക്ക് എന്ന് പറയും, നമ്മളത് വർക്ക് എന്ന് പറയണം. വർക്ക് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വർക്കിംഗ്, ഐ എം വർക്കിംഗ് ഇൻ റോയൽ ഒമാൻ പോലീസ്, ഐ എം വർക്കിംഗ് ഇൻ ഒമാൻ കോളേജ് ഓഫ് ഹെൽത്ത് സയൻസസ്, ഇങ്ങനെ വേണം. അല്ലാണ്ട് നമ്മൾ ഐ ആം വർക്കിംഗ് ഇൻ കോള ഹോസ്പിറ്റൽ, ആ R വരുമ്പോൾ അവിടെ ഒരു നമ്മൾ അൺനെസസറി ആയിട്ടുള്ള സ്ട്രെസ് കൊടുക്കണം. അതാണ് പ്രധാനപ്പെട്ട ഒരു നമ്മുടെ മലയാളികളുടെ ആക്സെൻറ്റിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. അതാണ് വീക്ക്നെസ് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് റിയലൈസ് ചെയ്തു, പിന്നെ ഡെലിബറേറ്റ്ലി അവർ ചേഞ്ച് ചെയ്യും. അപ്പോൾ അത് കുറച്ച് ത്രൂ കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെ മാത്രമേ അത് ചെയ്തെടുക്കാൻ പറ്റാറുള്ളൂ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ
നമ്മുടെ ഇപ്പോൾ ഇവിടുന്ന് +2 കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോകേണ്ട കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ അവരുടെ ആക്സെൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടർഫുള്ളാണ്. അവർ കാരണം നമ്മുടെ ഈ സ്കൂളുകളിൽ ഇവിടെ പഠിച്ചുകൊണ്ട് അവർക്ക് ഈ നല്ലൊരു ബെറ്റർ ആക്സെൻ്റ് ആണ്. അപ്പോൾ അവർക്ക് അതൊരു വലിയ ചലഞ്ചല്ല. പക്ഷെ നമ്മുടെ അങ്ങനെയുള്ള പാരാമെഡിക്കൽ സ്റ്റാഫ് അല്ലെങ്കിൽ ഈ മൈഗ്രേഷനൊക്കെ പോകുന്നവർക്ക് ഈ പറഞ്ഞ പ്രയാസമുണ്ട്. പക്ഷെ അവരെ ഒരു മാസം അല്ലെങ്കിൽ ഒരു 1.5-2 മാസം മാക്സിമം 2 months കൊണ്ട് അവർക്കത് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിൻ്റെ കോഴ്സ് ഇപ്പം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു 25 hours അല്ലെങ്കിൽ 30 hours ആണ് നമ്മൾ കോഴ്സ്. അത് കഴിഞ്ഞിട്ട് അവർ ബ്രിട്ടീഷ് കൗൺസിലിൽ അപ്പോൾ അതിനിടയ്ക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയ IDPയുടെ സെൻറ്റേഴ്സ് ഉണ്ടല്ലോ അവിടെ നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് എടുക്കാം. 83 റിയാൽസ് ആണ് അതിൻ്റെ എക്സാം ഫീസ്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ പോയി ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. എക്സാം ചെയ്ത് കഴിഞ്ഞാൽ 10 working days നമ്മുടെ റിസൾട്ട് വരും. എന്നിട്ട് ഫെയിൽ ആയാൽ വീണ്ടും എത്ര ഗ്യാപ്പിൽ അടുത്ത 15 working days നമുക്ക് ചെയ്യാം. ഈ 24 years പഠിപ്പിച്ചപ്പോൾ സജീവമായ ചില ടെക്നിക്സോ ടിപ്സോ ഒക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ കൂടുതലും പ്രാക്ടീസ് ആണ് ഇതിനകത്ത് വേണ്ടത്. അപ്പം നമ്മുടെ ആളുകൾക്ക് റീഡിങ് ഹാബിറ്റ് കുറവ്, അപ്പോൾ വൊക്കാബുലറി റേഞ്ച് വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ വരുമ്പോഴേ തന്നെ പിന്നെ ഗ്രാമർ ഇഷ്യൂ നമുക്കുണ്ട്. നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ നമ്മൾ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ആളുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയും എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ പറയാൻ പറ്റുന്നുണ്ട്, അപ്പോൾ എനിക്ക് എങ്ങനെ പാസ്സാകാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ അതിപ്പം നമ്മുടെ ഓരോരുത്തരുടെ തീരുമാനം പോലെ ഇരിക്കും. വരിക, അപ്പം നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ വരുന്ന ആളുകളുടെ അടുക്കൽ നമ്മൾ സംസാരിക്കും. അത് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലെവൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള വഴികളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് കൂടുതലും ചിലപ്പോൾ വൊക്കാബുലറി ഇല്ലാത്തവരായിരിക്കും, അല്ലെങ്കിൽ ഗ്രാമറിനകത്ത് കൂടുതൽ വീക്ക്നെസ്. ഗ്രാമർ വീക്ക്നെസ് ആണെങ്കിൽ എന്തായിരിക്കും? ഗ്രാമർ വീക്ക്നെസ് ആണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ ഈ എഗ്രിമെന്റ് വിത്ത് ദ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്റ്റ്. അപ്പോൾ ഐ ഈസ് എന്ന് പറയുന്ന ചില ആളുകൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അത്രയും വളരെ മോശമായിട്ടുള്ള ലെവലായിരിക്കും. കാരണം അവർ ആ ഒരു രീതിയിലായിരിക്കും അവരെ പഠിപ്പിച്ചിരിക്കുന്നത്, അവർ പ്രാക്ടീസ് ചെയ്തിട്ടുമില്ലായിരിക്കും. അവരെ കുറ്റം പറയുന്നില്ല. പക്ഷേ അപ്പോൾ ആ കാര്യങ്ങൾ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ പഠിപ്പിക്കും. ഏറ്റവും സെറ്റ് നമ്മൾ തുടക്കത്തിൽ തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഗ്രാമർ നമ്മൾ സ്കൂളിൽ പഠിക്കേണ്ട ആ ഗ്രാമർ തൊട്ടേ പഠിപ്പിക്കും. അല്ലാതെ നമ്മളിപ്പോൾ IELTS ആണ് അതുകൊണ്ട് നേരെ IELTSലേക്ക് നമ്മൾ ചാടി കിടക്കത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫൗണ്ടേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ അടുത്ത 3 മാസം അല്ലെങ്കിൽ അടുത്ത 2 മാസം അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോഴേക്ക് അവരുടെ കൂടി കൺവീനിയൻസ് വെച്ചുകൊണ്ട് നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ആ ഗ്രാമർ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ സ്റ്റുഡൻറ് ഏതായിരുന്നു? നമ്മുടെ മലയാളി ഒരു നഴ്സ് ഒരിക്കൽ ക്ലാസ്സിന് വന്ന് പുള്ളിക്കാരത്തി ഏതാണ്ട് ഒരു 34 times അറ്റൻഡ് ചെയ്തിരുന്നു ഈ IELTS. പലയിടത്ത് പ്രാക്ടീസ് ചെയ്തു, പല സ്ഥലങ്ങളിൽ പോയി എക്സാംസ് എഴുതി. പിന്നെ ചില ആളുകൾക്കൊരു വിശ്വാസമുണ്ട്, ഒമാനിൽ എഴുതിയാൽ കിട്ടത്തില്ല, കേരളത്തിൽ എഴുതിയാൽ കിട്ടും, അല്ലെങ്കിൽ ശ്രീലങ്കയിൽ എഴുതിയാൽ കിട്ടും, അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ പോയി കിട്ടും. ഇങ്ങനത്തെ കൺസെപ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അവരോടൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ ഇപ്പോൾ വി ക്യാൻ ടേക്ക് ദ ഹോസ്റ്റ് ടു ദ സീ, അപ്പോൾ വി ക്യാനോട്ട് മേക്ക് ഡ്രിങ്ക് എന്ന് പറയുന്ന പോലെ അങ്ങനെ നമ്മൾ പോയിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുക, കോൺഫിഡൻ്റ് ആവുക. അത് എവിടെയാണെങ്കിലും, കാരണം എക്സാംസ് കംപ്ലീറ്റ്ലി ഇന്റർനാഷണലി എല്ലായിടത്തും സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ഇപ്പൊ ഇവിടെ ബ്രിട്ടീഷ് കൗൺസിലിൽ ഇന്ന് നടത്തുന്ന എക്സാം തന്നെയാണ് കേരളത്തിൽ ഇന്ന് നടത്തുന്നത്. അപ്പൊ അതിനകത്ത് there is no change at all. പിന്നെ നമുക്ക് കിട്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് മേ ബി, അത് ഞാൻ കാണുന്നില്ല, പക്ഷെ അതിനകത്തൊരു ചെറിയൊരു ഇതുള്ളത്, ഇവിടെ സ്പീക്കിംഗ് എക്സാമിനറായിട്ട് വരുന്നത് മിക്കവാറും ഇംഗ്ലീഷുകാർ തന്നെയായിരിക്കും, ബ്രിട്ടീഷുകാരനായിരിക്കും, അല്ലെങ്കിൽ ന്യൂസിലാൻഡറായിരിക്കാം, ഓസ്ട്രേലിയനായിരിക്കും. പക്ഷെ നമ്മൾ കൊച്ചിയിലാണെങ്കിൽ ഒരു പക്ഷേ അതൊരു തമിഴ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആരെങ്കിലും ആയിരിക്കാം. അങ്ങനത്തെ കുറച്ച്, അപ്പോൾ അവരുടെ ഒരു ആക്സെൻറ്റും ഇതായിട്ട് വെച്ചുകൊണ്ടായിരിക്കും അവരത് ആ ഒരു പാരാമീറ്ററിലായിരിക്കും അവർ അത് അസസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഒരു പക്ഷേ കിട്ടിയേക്കാം. പക്ഷെ ഞാനത് അഡ്വൈസ് ചെയ്യാറില്ല. പൊതുവിൽ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, അത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ 34 times ആ ആള് പരീക്ഷ ഇങ്ങനെ എഴുതി പലയിടത്തും എഴുതിയെന്നും ഇങ്ങനെ കിട്ടിയിട്ടില്ലെന്നും അമേരിക്ക അവരുടെ ഒരു സ്വപ്നമാണെന്നും ഇങ്ങനെ പലവട്ടം പറഞ്ഞു. കുറച്ച് പ്രായമൊക്കെ ആയ സ്ത്രീ ആയിരുന്നു, അവർ റോയൽ ഹോസ്പിറ്റലിൽ നഴ്സായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ അടുക്കൽ ഒന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വരാൻ പറഞ്ഞു. അപ്പോൾ വന്നപ്പോഴേ തന്നെ അവർ പറയുന്നത് എൻ്റെ ഇംഗ്ലീഷ് വളരെ മോശമാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഞാൻ ഇത്രയും പ്രാവശ്യം എഴുതി ഞാനിതൊരു ജയിച്ചിട്ടില്ല, അപ്പം ഞാൻ പഠിച്ച പാസ്സാവില്ല എന്ന് അവർ തന്നെ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു ഇത് ഇത്രയും അറിയാമെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അപ്പോൾ അത്രയും, കാരണം അങ്ങനെ സ്വയം തീരുമാനിക്കണം. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഈ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ തന്നെ ഈ ടോക്ക് അവസാനിപ്പിക്കണം. ഇവിടെ വന്നിരിക്കുന്നത് എന്നിൽ വിശ്വാസം അർപ്പിച്ച് പഠിക്കാം, പഠിപ്പിക്കും, പഠിച്ചാൽ പാസ്സാകും എന്ന വിശ്വാസത്തിൽ വരണം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറഞ്ഞ് ഞാനൊരു കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായിട്ട് ആ രീതിയിൽ പറഞ്ഞ് ഡൈവേർട്ട് ചെയ്ത് നമ്മൾ
ഇവരുടെ വീക്ക്നെസ് എല്ലാം ഈ സ്പോക്കൺ ഇംഗ്ലീഷിലുള്ള പ്രശ്നം അല്ലെങ്കിൽ റൈറ്റിങ്ങിലുള്ള പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി ആ ഡയഗ്നോസ് ചെയ്ത് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അതായത് അതിനനുസരിച്ചുള്ള ഒരു ക്ലാസ് നമ്മൾ കൊടുത്ത് അവർ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി ഇപ്പോൾ US-ലുണ്ട്. കാരണം നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവലും ഈ കോംപ്ലക്സും നമ്മൾ സംസാരിച്ചാൽ മാത്രമേ മാറത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോംപ്ലക്സ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മുടെ ആളുകൾക്ക് വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ ഭയങ്കര കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. കാരണം മലേഷ്യൻസ്, ശ്രീലങ്കൻസ് ഇവരൊക്കെ എൻ്റെ അടുക്കെ ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, ഫിലിപ്പൈൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്ക് നമ്മളാണ് മോർ കാലിബർ ഉള്ളത്. അപ്പം നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ കോംപ്ലക്സ് നമ്മുടെ സ്കൂളിൽ തുടങ്ങി നമുക്ക് ആ കോംപ്ലക്സ് ഉണ്ടാകുന്നുണ്ട്. അതൊരു പരിധി വരെ ഞാൻ ആസ് എ ടീച്ചർ ഐ എം നോട്ട് സപ്പോസ് ടു ബ്ലെയിം ദ ടീച്ചേഴ്സ്. പക്ഷെ നമ്മുടെ ടീച്ചേഴ്സിന് അതിന് നല്ല റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ട്. അത് മാറ്റിയെടുക്കുന്നതിലും അതുണ്ടാകുന്നതിലും ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാനും കൂടി തുറന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ ഈ IELTS അല്ലെങ്കിൽ ഈ എക്സാമിന് മാത്രമല്ല, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് തന്നെയാണ്. അപ്പോൾ അഥവാ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 3 months ഒക്കെ ഒരു ഹാർഡ് വർക്ക് ഇടുവാണെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും. 100% ഗ്യാരണ്ടിയാണ്. ചേഞ്ച് ചെയ്യണമെന്ന് നമ്മളും കൂടി വിചാരിക്കണം. ടീച്ചർ, ഞാൻ പറയുന്നത് ഞാൻ ഓൺലി എ ഗൈഡ്. ഞാനല്ലാണ്ട് നിങ്ങളാണ് ചെയ്യണത്, പരീക്ഷ എഴുതുന്നത് നിങ്ങളാണ്. ഇപ്പം ഞാൻ ഒരു എസ്സേ റൈറ്റിങ്ങിന് ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് എഴുതാൻ പറ്റത്തില്ല. ഞാനിത് എങ്ങനെ എഴുതണം, ഇതിൻ്റെ ടെക്നിക്ക് എന്താണ്, ഏതൊക്കെയാണ് വീക്ക്നെസ്, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ പല പ്രാവശ്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ സാമ്പിൾസ് കൊടുക്കും. ഈ സാമ്പിൾസ് എല്ലാം കണ്ടിട്ട് നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ ആ ഒരു ഇത് മാത്രം മതി ഉള്ളില്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് മനസ്സിലങ്ങ് ഉറപ്പിച്ച് തുടങ്ങാതിരിക്കുക. അങ്ങനെ തീരുമാനം എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും മുന്നോട്ട് പോകത്തില്ല. വിജയം നമുക്ക് എപ്പോഴും നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഇപ്പോൾ ഐ ആം പോസിബിൾ എന്നാക്കി ഇമ്പോസിബിൾ. അപ്പോൾ ഐ ആം പോസിബിൾ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് പോസിബിൾ. അല്ലാതെ ഞാൻ ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ തന്നെ പറയുകയും ചെയ്യണം എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥം അതൊരിക്കലും വിജയിക്കത്തില്ല. അപ്പൊ ഇപ്പം ഈ എക്സാം എഴുതാൻ പോകുന്നവരോട് എന്തെങ്കിലും ഒരു ടിപ്പ് പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും കൊടുക്കാനുള്ള? നമ്മൾ കുറച്ച് റീഡിംഗ് ഹാബിറ്റ് ഉണ്ടാക്കണം. അതാണ് റീഡിംഗ് ഹാബിറ്റ്സ് ഉണ്ടാവണം. റീഡിംഗ് ഹാബിറ്റ്സ് വായിക്കണം. ജനറൽ ആയിട്ടുള്ള ടോപ്പിക് വായിച്ചോളൂ. ഏത് ഈ IELTS അങ്ങനെ ഒരു ടോപ്പിക് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം അണ്ടർ ദ സൺ എനി സബ്ജക്ട് ക്യാൻ ബി ദേർ. പക്ഷേ ഈ അക്കാഡമിക് പേപ്പർ ഒക്കെ വായിക്കുമ്പോൾ ഭയങ്കര കട്ടി ഇംഗ്ലീഷ് ആയിരിക്കും, ഹിന്ദു ഒക്കെ കട്ടി ഇംഗ്ലീഷ് ഉണ്ടാവും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഇംഗ്ലീഷ് മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഒന്നെടുത്ത് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചില്ലെങ്കിൽ കൂടി ഒരൊറ്റ ഗ്ലാൻസ് നമ്മളൊന്ന് നോക്കുക. അതിനകത്തുനിന്ന് ഒരു മിനിമം ഒരു 5 വാക്കുകളെങ്കിലും നമുക്ക് ഡെയിലി, ഇപ്പോൾ IELTS എഴുതാൻ പ്ലാൻ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു 5 വാക്ക് മിനിമം നമ്മുടെ ഒരു ഡയറിയിൽ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ കലണ്ടർ ഇട്ട്, അതായത് ഡേറ്റ് ഇട്ട് എഴുതി എടുക്കുക. ആ എഴുതിയെടുക്കുകയും ആ വാക്കുകൾ എവിടെ ഉപയോഗിക്കണം, അതിൻ്റെ മീനിങ് അത് അപ്പോൾ റെഫർ ചെയ്യാനായിട്ട് നമ്മൾ ഡിക്ഷണറി നോക്കണം. ഒരു വാക്ക് നോക്കുമ്പോഴേക്കും അതിനോട് ചേർന്ന് പല വാക്കുകൾ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഈ വൊക്കാബുലറി ബാങ്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വൊക്കാബുലറി ഈസ് എ മസ്റ്റ്. അത് റീഡിങ്ങിനും റൈറ്റിങ്ങിനും ഈ സ്പീക്കിങ്ങിനും ലിസണിങ്ങിനും അത് ഒരേപോലെ സഹായിക്കും. അപ്പോൾ വൊക്കാബുലറി ഈസ് എ മസ്റ്റ്. അറ്റ് ദ സെയിം ടൈം പിന്നെ ഗ്രാമറാണ്. ഗ്രാമറിന് അത് നമുക്ക് റെഫർ ചെയ്യാനൊക്കെ ഇപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും കൂടി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. തെറ്റിയാലും കുഴപ്പമില്ലെന്ന്. എൻ്റെ ഇംഗ്ലീഷാണ് ബെറ്റർ എന്നൊരു ഫീല് നമുക്കുണ്ടാവണം. കേൾക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നൊരു ധാരണയും കൂടി നമുക്ക് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് കൊള്ളത്തില്ലാവുകൊണ്ട് നമ്മൾ പറയാനുള്ള ഒരു വിമുഖത എപ്പോഴും നമുക്ക് നമ്മുടെ ആളുകൾക്കുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ പല മീറ്റിങ്ങുകളിലും പല പ്രോഗ്രാംസിലും നമ്മൾ പങ്കെടുക്കുമ്പോഴേക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയാം അയാൾക്കെന്നുള്ളത് എനിക്കറിയാം, പക്ഷെ അയാൾക്ക് പറയാനുള്ളൊരു വിമുഖത ഉണ്ടാവും എപ്പോഴും. കണ്ടന്റ് ഉണ്ടാവും, നല്ലതായിട്ട് കണ്ടന്റ് ഉള്ള ആളായിരിക്കും. പക്ഷെ ഈ പറയാനുള്ള ആ കോൺഫിഡൻസ് ഇല്ലായ്മ അത് നമ്മളെ എപ്പോഴും പുറകോട്ട് വലിക്കും. അതുണ്ടാകാൻ പാടില്ല. അപ്പോൾ എവിടെ അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും ഓപ്പർച്യൂണിറ്റി, wherever there is an opportunity, make use of it or grab it. അത് തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും. ഇങ്ങനെ പരീക്ഷ എഴുതാൻ ഈ IELTS എഴുതി ഇപ്പോൾ നേഴ്സസ് ആണെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനായിട്ട് ഹയർ സ്റ്റഡീസിന് പോകാനുള്ളവരാണെങ്കിലും എവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാലും ഇംഗ്ലീഷിൻ്റെ എന്ത് മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാലും ഒന്ന് വായിക്കുക. അതിൽ നിന്ന് ഒരു 4-5 വാക്കുകളെങ്കിലും എടുക്കുക, അത് സൂക്ഷിക്കുക. അത് വീണ്ടും ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്നോട് ആരും അന്നൊന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. കാര്യമായിട്ട് നമ്മൾ അന്നത്തെ സമയത്തൊന്നും വലിയ ഗൈഡ് ചെയ്യാനായിട്ടൊന്നും അറിയാറില്ല. പക്ഷേ എനിക്ക് ഡിഗ്രിക്കും PG ഒക്കെ പഠിക്കുന്ന സമയത്ത് ബസ്സിന് കയറി പോകണമായിരുന്നു. അപ്പോൾ ആ ബസ്സിൻ്റെ രാവിലെ 7 മണിക്ക് പോകണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തലേദിവസം രാത്രി തന്നെ ഒരു ഡിക്ഷണറിക്കകത്തുനിന്ന് ഒരു 6 വാക്ക് അല്ലെങ്കിൽ ഒരു 5 വാക്ക് ഒരു ചെറിയ പോക്കറ്റ് ഡയറി പോലെ സാധനം ഉണ്ടായിരുന്നു, അതിനകത്ത് എഴുതി വയ്ക്കായിരുന്നു. എന്നിട്ട് അത് നമ്മൾ ബസ്സിൽ കയറി ഇരുന്ന് സമയമുണ്ടല്ലോ, അപ്പോൾ 1 മണിക്കൂറൊക്കെ യാത്ര ചെയ്യണം. അപ്പോൾ ആ ബസ്സിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ വാക്കുകൾ നോക്കും, 2-3 പ്രാവശ്യം നോക്കും. അങ്ങനെ അത് ആരും പറഞ്ഞൊന്നും ആയിരുന്നില്ല,
എനിക്ക് അന്ന് തോന്നി. പക്ഷെ അത് എനിക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ആയിട്ടുണ്ട്. അല്ല, ഈ പറഞ്ഞ വലിയൊരു പോയിന്റാണ്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ വായിച്ചങ്ങ് വിട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു സമയത്ത് യൂസ്ഫുൾ ആകത്തില്ല. നമ്മളതൊന്ന് നോട്ട് ചെയ്യോ അതൊക്കെ ചെയ്ത് വീണ്ടും ഒക്കെ ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രമേ പിന്നീട് യൂസ്ഫുൾ ആകത്തുള്ളൂ. ടൈം വേസ്റ്റ് മാത്രമായി പോകും. അതെ. അപ്പൊ ഇവിടെയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ അവന്മാരി സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോഴേക്കും അവരോട് ഞാൻ പറയും, അവരിത് ചെയ്യുന്നുണ്ട്, അവർക്കില്ലാത്തൊരു ഹാബിറ്റാണ്. പക്ഷെ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കത് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ട് അവരതിങ്ങനെ വാക്കുകൾ എഴുതും. എന്നിട്ട് ഞാൻ അവരെ കൊണ്ട് തന്നെ ആ വേർഡ്സ് സെൻറ്റൻസിലാക്കും. പിന്നെ നമ്മൾ ആ സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും ക്ലാസ്സിൽ. അത് ബേസ് ചെയ്തൊരു ടോപ്പിക് ഇട്ടിട്ട് അവരെ കൊണ്ട് ആ സെൻറ്റൻസ് ബൈഹാർട്ടായിട്ട് ആ വേർഡ്സ് വരത്തക്ക രീതിയിൽ ചെയ്യിപ്പിക്കും. അത് നന്നായിട്ട് യൂസ്ഫുൾ ആണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അൾട്ടിമേറ്റ്ലി ഒരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. അല്പം ഡെഡിക്കേഷനും ഹാർഡ് വർക്കും നമ്മളോട് തന്നെയുള്ള ഒരു കോൺഫിഡൻസും ഈ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് തോട്ട്, സെൽഫ് തോട്ടും സെൽഫ് ടോക്കും അങ്ങ് മാറ്റിക്കളഞ്ഞാൽ എളുപ്പത്തിൽ ഇതൊക്കെ അല്ല. ഇനിയിപ്പോൾ IELTS ഇല്ലാണ്ട് പറ്റത്തില്ല. ഏത് യൂണിവേഴ്സിറ്റികളിലും എവിടെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിലും IELTS ഇസ് എ മസ്റ്റ്. ഈ IELTSന് പാരലായിട്ടുള്ളതാണ് TOEFL. അത് അമേരിക്കയിലേക്ക് പോകുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. IELTS ആണെങ്കിലും മതി അമേരിക്കയിൽ. അപ്പോൾ താങ്ക് യു. വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറേ ഇൻപുട്സ് ആണ് കിട്ടിയത്. അത് ഇത് പെർട്ടിക്കുലർലി എക്സാം എഴുതുന്നവർക്കും അല്ലാതെ എന്നുള്ള ഒരു സാധനം ഒരു ബ്ലോക്കായിട്ട് കിടക്കുന്നവർക്ക് ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആവും. അപ്പോൾ കട്ടനുമായിട്ട് നമ്മളിവിടെ തന്നെ ഇട്ട്